യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. മുനമ്പം, ലഹരി, വന്യജീവി ആക്രമണം തുടങ്ങിയ വിഷയങ്ങൾ സൂചിപ്പിച്ചായിരുന്നു മതമേലധ്യക്ഷന്മാരുടെ ദുഃഖവെള്ളി സന്ദേശം. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. മനുഷ്യകുലത്തിന്റെ പാപം ചുമലിലേറ്റി യേശുക്രിസ്തു കുരിശിലേറിയെന്നാണ് വിശ്വാസം. അനന്തമായ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന വിശുദ്ധ ദിനം. പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവ ലോകം ദുഃഖവെള്ളിയുടെ സന്ദേശം പങ്കിടുകയാണ്. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. എറണാകുളം ക്യൂൻ മേരീസ് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭാധീശൻ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ നേതൃത്വം നൽകി. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള കുരിശിന്റെ വഴിക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിക്ക് മുന്നിൽ നിന്നുള്ള സംയുക്ത കുരിശിന്റെ വഴി ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും സീറോ മലങ്കര സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസൂലിയസ് മാർ ക്ലിമീസും സന്ദേശം നൽകി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകൾ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ആശാപ്രവർത്തകർ, ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ? ബുദ്ധി നശിച്ചുപോയ, ഒന്നിനോടും പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ അവശേഷിപ്പിക്കുന്നതിന് ഗൂഢസംഘങ്ങൾ ലഹരിയുമായി നമ്മുടെ വീടിന്റെ മുൻപിലും കലാലയങ്ങളുടെ മുൻപിലും പൊതുസ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ക്രൂശ് ഉയർത്തി നമുക്ക് പറയാം. കോട്ടയം മണർക്കാട് മാർത്തമറിയം പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് യാക്കോബായ സുറിയാനി സഭാധ്യക്ഷൻ ബസൂലിയസ് ജോസഫ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസൂലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും ശുശ്രൂഷകൾ നൽകി. മലയാറ്റൂർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. ന്യൂസ് ഡെസ്ക് 24.